ഈ നിമിഷം വരെ ആരാണ് ശബരിമലയിലെ സ്വർണങ്ങളെല്ലാം മോഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് പിണറായി വിജയൻ്റെ ഭരണകാലത്ത് CPM നേതാക്കളും അതുപോലെ അവരുടെ ശിങ്കിടികളാണ് എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ കോൺഗ്രസിനെയും UDFനെയും എങ്ങനെ ഈ സ്വർണ്ണക്കൊളയിൽ കൊണ്ടുവരാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് CPM എന്ന പാർട്ടി. അതിന് കൂട്ടുനിൽക്കുകയാണ് സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ പരിധിയിൽ ഇപ്പോഴിതാ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും വരികയാണ്. കൊടിമരം മാറ്റി സ്ഥാപിച്ചത് നല്ല ഒരു ഉദ്ദേശത്തോടെയാണെങ്കിലും അതിലെന്തെങ്കിലും ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാം എന്നുള്ളതാണ് CPMൻ്റെ ഇപ്പോഴത്തെ പരിപാടി. ശബരിമലയിൽ 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചത്. കൊടിമര നിർമ്മാണവും ഇനി SIT അന്വേഷിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, അന്തരിച്ചു പോയ മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ആ കൊടിമരം മാറ്റി സ്ഥാപിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. പ്രയാർ ഗോപാലകൃഷ്ണനാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരിൽ ഏറ്റവും നല്ല പ്രസിഡന്റ് എന്ന് പല ആളുകളും പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം 10 പൈസ അവിടുന്ന് മോഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനൊരു കാര്യത്തിന് നിന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും അപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് CPM ഉള്ളത്. തന്ത്രി കണ്ഠര് രാജീവരുമായി ബന്ധപ്പെട്ട പലരിൽ നിന്നും SIT സംഘം ഇതുമായി മൊഴിയെടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് കൊടിമരം മാറ്റി സ്ഥാപിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ SITക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ UDFനും കോൺഗ്രസിനുമെതിരെ ഒരു ആയുധമായി പ്രയോഗിക്കാൻ CPMന് ഇത് പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു രീതിയിലേക്ക് അവർ നീങ്ങുന്നത്. പഴയ കൊടിമരം ജീർണിച്ച ഒരു അവസ്ഥയിലായതോടെയാണ് മാറ്റി സ്ഥാപിക്കുന്നത് എന്നും കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനത്തിനും അഷ്ടദിക്ക് പാലകന്മാർക്കുള്ള വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട്. രാജാവിൻ കാലഘട്ടത്തിൽ സമ്മാനം ലഭിച്ചതാണെന്നാണ് രേഖകളിൽ പറയുന്നത്. കൊടിമരം മാറ്റി സ്ഥാപിക്കുമ്പോൾ ഈ വാജിവാഹനം തന്ത്രിയുടെ പക്കൽ ഏൽപ്പിക്കുകയാണ് പതിവ്. എന്നാൽ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ അഷ്ടദിക്ക് പാലകന്മാർ എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് രേഖപ്പെടുത്തിയതാണോ അല്ല മനഃപൂർവ്വം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മാറ്റിയതാണോ എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠര് രാജീവര് കൈവശം വച്ചിരിക്കുകയായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ശില്പമാണ് ഈ വാജിവാഹനം എന്ന് പറയുന്നത്. 11 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് ഇത്. 2017 ശബരിമലയിൽ ഉണ്ടായിരുന്ന വളരെ മൂല്യമുള്ള ഈ വാജിവാഹനം തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയത്. കട്ടിളപ്പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം SIT സംഘം തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ഈ വാജിവാഹനം കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ് ഇതിൽ പെടുമോ എന്നുള്ളത് വളരെ ഗവേഷണം നടത്തി കണ്ടെത്തുകയാണ് ഇപ്പോൾ CPM ചെയ്യുന്നത്.